നമസ്കാരം, ചാനൽ 91 ന്യൂസിലേക്ക് സ്വാഗതം. കോൺഗ്രസ് നിരന്തരം അവഗണിക്കുന്നു എന്ന പരാതി ഉയർത്തി NCPയിലെത്തി സംസ്ഥാന പ്രസിഡന്റായ PC ചാക്കോയ്ക്ക് ഇടതുപക്ഷവും മടുക്കുന്നു. മുതിർന്ന നേതാവായിട്ടും ഇടതുമുന്നണി വ്യക്തിപരമായി പരിഗണിക്കുന്നില്ല എന്ന പരാതിക്കൊപ്പം പാർട്ടിക്കകത്തുയരുന്ന സമ്മർദ്ദങ്ങളും ചാക്കോയുടെ മനം മടുപ്പിച്ചു എന്നാണ് പുറത്തുവരുന്ന സൂചനകൾ. PSCയിലേക്കുള്ള NCP പ്രതിനിധിയുടെ നിയമനവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന കോഴ ആരോപണം ബലപ്പെടുന്നതാണ് ചാക്കോയുടെ സമ്മർദ്ദം കൂട്ടുന്നത്. PSC അംഗ നിയമനവുമായി നടന്ന കോഴ സംബന്ധിച്ച് ചാക്കോയുടെ ബന്ധുവിന്റെ ഫോൺ സംഭാഷണം പുറത്തായത് ചാക്കോയെ ഏറെ സമ്മർദ്ദത്തിലാക്കിയിരുന്നു. ചാക്കോയുടെ ഒപ്പം നിന്ന് ഇപ്പോൾ മറുകണ്ഠം ചാടിയ ആളാണ് സംഭാഷണം മറുപക്ഷത്തെത്തിച്ചത്. കോൺഗ്രസിലേക്കുള്ള മടക്കം പോലും ചാക്കോ ആലോചിക്കുന്നു എന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ. മന്ത്രിയെ മാറ്റുന്ന കാര്യവും ആലോചനയിലുള്ളതാണെന്നാണ് വിവരം. കേരളത്തിൽ മന്ത്രിയും ദീർഘകാല ലോക്സഭാ അംഗവുമായിരുന്ന ചാക്കോ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപാണ് കോൺഗ്രസിൽ നിന്നും NCPയിൽ എത്തിയത്. കോൺഗ്രസിൽ ഉള്ളപ്പോഴും ശരത് പവാറുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ചാക്കോയ്ക്ക് സംസ്ഥാന പ്രസിഡന്റ് പദവിയും ലഭിച്ചു. NCPക്ക് കിട്ടിയ മന്ത്രി പദവി AK ശശീന്ദ്രനാണ് പാർട്ടിക്ക് നൽകിയത്. 2.5 വർഷത്തിനു ശേഷം മന്ത്രിസ്ഥാനം വേണമെന്ന് തുടക്കം മുതൽ ആവശ്യമുന്നയിച്ചിരുന്ന കുട്ടനാട് MLA തോമസ് K തോമസിന്റെ ആവശ്യത്തോട് ചാക്കോയും NCP നേതൃത്വവും അനുകൂല നിലപാട് സ്വീകരിച്ചിരുന്നില്ല. എന്നാൽ പാർട്ടി ഉൾപ്പെട്ട PSC കോഴ വിവാദം ശക്തി ആർജിച്ചതോടെ ഈ മാറ്റത്തിന് ചാക്കോ തയ്യാറാവുമെന്ന ശക്തമായ വികാരമാണ് പാർട്ടിക്കകത്തുള്ളവർ പങ്കുവെക്കുന്നത്. ചാക്കോയ്ക്ക് പിന്നാലെ കോൺഗ്രസ് വിട്ട് NCPയിലെത്തിയ മുൻ മാധ്യമപ്രവർത്തകനായ നേതാവ് അതിവേഗമാണ് ചാക്കോയുടെ വിശ്വസ്തനായി മാറിയത്. ഇദ്ദേഹം പാർട്ടി പദവികളിലും മന്ത്രിയുടെ സ്റ്റാഫിലും എത്തി. ഇദ്ദേഹമാണ് PSC കോഴ വിവാദത്തിലും ഉൾപ്പെട്ടത്. പിന്നാലെ അദ്ദേഹത്തെ പദവികളിൽ നിന്ന് നീക്കി. ഇതിന് പിന്നാലെ കോഴ ഇടപാടിലെ തെളിവുകൾ തോമസ് K തോമസിന് കൈമാറി എന്നാണ് വിവരം. ഇത് വെച്ചുള്ള വിലപേശലാണ് എക്കാലവും ശശീന്ദ്രനെ പിന്തുണച്ചിരുന്ന ചാക്കോയെ വിഷമവൃത്തത്തിലാക്കിയിരിക്കുന്നത് എന്നാണ് പറയുന്നത്. ശശീന്ദ്രൻ പാർട്ടിക്ക് വഴങ്ങി പ്രവർത്തിക്കുമ്പോൾ തോമസ് K തോമസ് വന്നാൽ ഭരണത്തിലെ നിയന്ത്രണം നഷ്ടമാകുമോ എന്ന ഭയവും ചാക്കോയ്ക്കുണ്ട്. മന്ത്രിമാറ്റത്തെ ശശീന്ദ്രൻ വിഭാഗം പല്ലും നഖവും ഉപയോഗിച്ച് എതിർക്കാനൊരുങ്ങുമ്പോഴും ഈ പക്ഷത്തെ പ്രമുഖനടക്കം ചാക്കോയുമായി പുലർത്തിയിരുന്ന അടുപ്പം ഈ നീക്കത്തെ വിജയിപ്പിക്കുമോ എന്ന ശങ്കയുമുണ്ട്. PSC കോഴ വിവാദത്തിൽ തോമസ് K തോമസ് MLAയെ ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്യണമെന്ന ആവശ്യമുയർത്തി NCP അജിത് പവാർ പക്ഷം 27-ന് PSC ഓഫീസ് മാർച്ച് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ വിഭാഗത്തിന്റെ നേതാവ് മുഹമ്മദ് കുട്ടി തോമസ് K തോമസിന്റെ അടുപ്പക്കാരനാണെന്നാണ് അറിയപ്പെടുന്നത്. കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ ചേർന്ന NCP സംസ്ഥാന നേതൃയോഗം ഇടത് സർക്കാരിനെതിരെ കടുത്ത വിമർശനമാണ് ഉയർത്തിയത്. ചാക്കോയുടെ അനുമതിയോടെ അവതരിപ്പിച്ച പ്രമേയത്തിൽ പാർട്ടിയുടെ ഒരു വിഭാഗം കടുത്ത അതൃപ്തിയിലാണ്. പാർട്ടിയുടെ അവകാശവാദങ്ങൾക്കപ്പുറം ഇടതുമുന്നണിയിലും സർക്കാരിലും മുതിർന്ന നേതാവ് എന്ന നിലയിൽ പ്രത്യേക പരിഗണന ലഭിക്കുമെന്ന് കരുതിയെങ്കിലും അതുണ്ടായില്ല.